ബാംഗ്ലൂർ മൈസൂർ അതിവേഗ പാത പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. 8480 കോടി രൂപ ചെലവിലാണ് 118 കിലോമീറ്റർ ദൈർഘ്യമുള്ള പദ്ധതി വികസിപ്പിച്ചിരിക്കുന്നത്. പുതിയ പാത തുറക്കുന്നതോടെ യാത്രാ ദൈർഘ്യം 3 മണിക്കൂറിൽ നിന്ന് 75 മിനിറ്റായി കുറയും. ഉദ്ഘാടനത്തിന് ശേഷം മണ്ഡിയിലെ മധൂരിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മോദി പങ്കെടുക്കും. കർണാടകയിൽ ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കൊല്ലം തെങ്കാശിയിൽ മലയാളിയായ വനിതാ റെയിൽവേ ഗേറ്റ് കീപ്പറെ ആക്രമിച്ച സംഭവത്തിൽ പ്രതിയെ ഗുണ്ടാ ലിസ്റ്റിൽപ്പെടുത്തി ജയിലിൽ അടച്ചു. കൊല്ലം പത്രാപുരം സ്വദേശി അനീഷിനെയാണ് ജാമ്യമില്ലാതെ 1 വർഷത്തേക്ക് ജയിലിലടച്ചത്. തെങ്കാശി ജില്ലാ കളക്ടറേതാണ് നടപടി. പ്രതിയെ തിരുനെൽവേലി പാളയംകോട്ട ജയിലിലേക്ക് മാറ്റി. വിശദാംശങ്ങൾ ബിനോയ് നൽകും. ബിനോയ്, എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിവരങ്ങൾ? ഫിജി ഫെബ്രുവരി 16 പാവൂർ ഛത്രത്തിലെ, അതായത് ചെങ്കോട്ടയിലുള്ള പാവൂർ ഛത്രം റെയിൽവേ ക്രോസിൽ വെച്ച് മലയാളിയായ ഗേറ്റ് കീപ്പർക്കെതിരെ അതിക്രമം ഉണ്ടാകുന്നു. തുടർന്ന് പ്രത്യേക പോലീസ് സംഘം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുകയും പെയിന്റിംഗ് തൊഴിലാളിയും കുന്നിക്കോട് സ്വദേശിയുമായ അനീഷിനെ 2 ദിവസത്തിനുള്ളിൽ പിടികൂടുകയും ചെയ്തു. ഇയാൾ സമാനമായ കുറ്റം കുന്നിക്കോടിലും ചെയ്തിട്ടുണ്ട്. അതായത് ഒരു സ്ത്രീക്കെതിരെ, ഒരു പെൺകുട്ടിക്കെതിരെ ഒരു അതിക്രമം നടത്തി. ഇതേ തുടർന്ന് ഇയാൾക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസും എടുത്തിട്ടുണ്ട്. ഇത്തരം കേസുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് സംഭവവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിച്ച തമിഴ്നാട് റെയിൽവേ പോലീസ് ഇയാൾക്കെതിരെ കാപ്പ ചുമത്തണമെന്ന ആവശ്യം ചെങ്കോട്ട ജില്ലാ കളക്ടറോട് ആവശ്യപ്പെടുന്നതും തുടർന്ന് ജില്ലാ കളക്ടറാണ് കഴിഞ്ഞ ദിവസം ഇയാൾക്കെതിരെ 1 വർഷത്തേക്ക് ജാമ്യം അനുവദിക്കരുതെന്ന് കാണിച്ചുകൊണ്ട് കാപ്പ ചുമത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇയാൾ പാളയക്കോട്ട് ജില്ലാ ജയിലിലാണ് ഉള്ളത്. ഇയാൾക്കെതിരെ കൂടുതൽ കേസുകളുണ്ട് ഉള്ളതിനാൽ ഇനിയും കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നാണ് റെയിൽവേ പോലീസ് അറിയിച്ചിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് റെയിൽവേ പോലീസ് ഇപ്പോഴും അന്വേഷണം തുടരുകയാണ്. ശരി ബിനോയ്.